ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോ പൊളി. എന്റെ സ്വത്ത് കുട്ടികളെ, നമ്മുടെ ബൊറൂട്ടോയുടെ സപ്പോർട്ട് ഇപ്പൊ അനുദിനം കുറഞ്ഞു വരാണ്. അതിന്റെ കാരണം അതെന്താണെങ്കിലും കൂട്ടുകാരെ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എന്റെ ഈ ശബ്ദത്തിനും ശരീരത്തിനും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊറൂട്ടോ ഇതിലും പവറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ടൊണാരി ആയിരിക്കും കാണിക്കുക. ഈ ടൊണാരി മറ്റാരുമല്ല, മുൻപ് ഹിരട്ടയെ പ്രണയിച്ചവനാണ് ടൊണാരി. അപ്പൊ ഒറുട്സുഗി എന്ന് പേരുള്ള ഒരുത്തൻ ടൊണാരിയുടെ തൊട്ടു മുൻപിലേക്ക് വന്ന് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ടൊണാരി ചോദിക്കും, 1000 വർഷങ്ങളായിട്ട് നീ എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. അപ്പോഴായിരിക്കും അവൻ പറയാ, ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ആ വ്യാഹു കണ്ണുള്ള പെണ്ണ്, അവളുമായിട്ട് ഇഷ്ടത്തിലായത്, അവളുടെ പിന്നാലെ നടന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ബൊറൂട്ടോയുടെ കണ്ണില് ഇടയ്ക്കിടയ്ക്ക് നീ പവർ കൊടുത്തില്ലേ? അത് കേട്ട് അവൻ ഷോക്കാവും. കാരണം ബൊറൂട്ടോയുടെ കണ്ണില് ആ വൈറ്റ് കണ്ണിന്റെ പവർ കൊടുത്തത് ടൊണാരിയാണ്. ടൊണാരി ആണെങ്കിൽ അതൊക്കെ കേട്ട് ടെൻഷനായി അവൻ അറ്റാക്ക് ചെയ്യാൻ ഓടി വരും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലൻ അവനൊരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ടൊണാരുവെ അങ്ങനെ ഫ്രീസ് ചെയ്യാണ്. എന്നെ കൊണ്ട് പറ്റില്ല സ്വന്തം ക്ലാനുള്ള ഒരുത്തനെ കൊല്ലാനായിട്ട്. സോ 10,000 വർഷത്തോളം നീ ഇതുപോലെ വേറൊരു ഒരു ശിലയായിട്ട് ഇവിടെ ജീവിക്കണം. ആരും ആണെങ്കിൽ അങ്ങനെ ഒരു കല്ല് പോലെ ഉറഞ്ഞു നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ അവനങ്ങനെ സിറ്റിയിലൂടെ ഹായായിട്ട് നടക്കുകയാണ്. അപ്പൊ അവൻ മുകളിലായിട്ട് നിലാവ് കാണും. അതിനെ നോക്കി അതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മുടെ ചെക്കൻ നിൽക്കും. നറൂട്ടോയുടെ ഇന്റർവ്യൂ ഇപ്പൊ ലൈവായിട്ട് ടിവിയിൽ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവന്റെ തൊട്ടു പിന്നാലെ അവന്റെ ഫ്രണ്ട്സും അവിടേക്ക് വരും. ആങ്കർ ചോദിക്കും, 4th നിഞ്ച വാറിനെ കുറിച്ച് ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ആർക്കും കറക്റ്റായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങേക്ക് പറയാൻ കഴിയോ? അതിന് നറൂട്ടോ, 4th നിഞ്ച വാറ് അത് വലിയൊരു ടോപ്പ് സീക്രട്ട് ആയിട്ടാണ് ഇത്രയും കാലവും ഞങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് ഗ്രാമത്തിലുള്ള ആൾക്കാർ പതിയെ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കുറെ കൂടെ കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടെന്ന്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ നറൂട്ടോയുടെ വീട് കാണിക്കും. അവിടെ ഹിനട്ട ആണെങ്കിൽ പഴയ ഓരോരോ സാധനങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നറൂട്ടോയുടെ ചെറുപ്പകാലത്തെ യൂണിഫോമും ഡ്രസ്സൊക്കെ അവൾ കാണും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞു വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഡെങ്കിക്കാണെങ്കിൽ അത് കേട്ട് ബോറടിക്കും. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ് ലോർഡ് ഹൊക്കാഗെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ടെക്സ്റ്റ് ബുക്കിൽ പോലും അച്ചടിച്ച് വന്നതാണ്. ഇവിടെ ഇന്റർവ്യൂർ ആണെങ്കിൽ ഇപ്പൊ അടുത്തതായിട്ട് ചൊനീൻ എക്സാമിനെ കുറിച്ച് ചോദിക്കും. 5 വില്ലേജാണ് ലീഫ് വില്ലേജിനോട് ചേർന്ന് നിന്ന് സ്പോൺസർഷിപ്പ് നടത്തി ഇപ്പോ ചൊനീൻ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് ആക്ച്വലി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് നിങ്ങളുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞ് ആ ഇന്റർവ്യൂ അത് വൈൻഡപ്പ് ചെയ്യും. ഇന്റർവ്യൂ കൊടുത്ത നറൂട്ടോയും ഒരു ഷാഡോ ക്ലൗൺ ആണ്. അത് ബ്രേക്ക് ചെയ്ത് നറൂട്ടോ അവിടുന്ന് ഇൻവിസിബിൾ ആവും. ഡെങ്കി പറയും, ഓ നോ, ഹൊക്കാഗയ്ക്ക് ഇത്രയധികം തിരക്കാണോ? എല്ലാ സ്ഥലങ്ങളിലും റിയൽ ഹൊക്കാഗെ കാണാനില്ല. അവന്റെ ക്ലൗൺസിനെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉടനെ ഡെങ്കി ചോദിക്കും, ഞാനിപ്പോ ഒരു ജുനീൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തായിരിക്കും എന്നെ കുറിച്ചുള്ള അഭിപ്രായം? ചിക്കടയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ചിരിയും വരും. അവൻ പറയും, ആദ്യം നീ ഈ ചുനീൻ എക്സാമിൽ പാസ്സാവും, അതിനുശേഷം നമുക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അതിന് ബൊറൂട്ടോ പറയും, ഈ എക്സാമിൽ ജയിക്കുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. എനിക്ക് സാസുകയെ പോലെ ഒരു സുപ്രീം നിഞ്ചയെ മാറാനാണ് ഏറ്റവും ഇഷ്ടം. അതിനവർ വണ്ടടിക്കും, സാസുകയോ അത് സാറയുടെ പപ്പയല്ലേ? ഉടനെ ബൊറൂട്ടോ പറയും, അതെ, അദ്ദേഹം ആരുടെയും വാക്കൊന്നും കേൾക്കാറില്ല. സ്വന്തം ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് നിന്നാണ് ഈ ഗ്രാമത്തിന് വേണ്ടി വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് പോരാടുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു കോൾ നെഞ്ചയാണ്, എന്റെ പപ്പയെ പോലെ യൂസ്ലെസ് ഒന്നും അല്ലാന്ന് പറഞ്ഞ് അവനിപ്പോ ഷിക്കഡായുമായി ട്രെയിനില് എവിടേക്കോ പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഷിക്കഡ ടീമിന്റെ ക്യാപ്റ്റൻ മോഗയാണ്. അവളാണെങ്കിൽ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കൊടുക്കുകയാണ്. അവരാവേശത്തില് അത് മുഴുവൻ ഫില്ലപ്പ് ചെയ്ത് അവൾക്ക് തിരികെ കൊടുക്കും. ഉടനെ ഈനോജിൻ ചോദിക്കും, നിങ്ങളാണോ ആക്ച്വലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന് മോഗി പറയും, അതെ, നിങ്ങൾക്ക് അത്രയും ടാലന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്. ഷിക്കടയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഈ എക്സാം എഴുതണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് അവൻ അങ്ങനെ നിൽക്കും. ചോച്ചോ കാര്യമായിട്ട് അതിലുള്ള ഓരോരോ കാര്യങ്ങളും വായിച്ച് പഠിച്ചൊക്കെ ആയിരിക്കും ആൻസർ എഴുതുക. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയെ കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച്
അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഓരോ രജിസ്ട്രേഷൻ ഫോമിലും സൈനും സീലും ഒക്കെ ഇട്ട് അങ്ങനെ മാറ്റി വെക്കും. അപ്പോഴായിരിക്കും സയന്റിഫിക് ഡോക്ടർ കട്ടാസ്കി ആളിപ്പോ ഡോർ തുറന്ന് അവിടേക്ക് വരിക. ഡോക്ടർ പറയും, ഒക്കാക ഞാനൊരു സയന്റിഫിക് ടൂൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. നറൂട്ടോ ആണെങ്കിൽ ഇവൻ ഇങ്ങനെയൊരു പ്രാന്തനാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. ഉടനെ ഡോക്ടർ പറയും, ഇതൊരു അടിപൊളി സയന്റിഫിക് നിഞ്ച ടൂളാണ്, അടുത്ത ജൂനിയർ എക്സാമിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഹൊക്കാഗ നറൂട്ടോ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അവനിപ്പോ ആ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവൻ ആ ഡിവൈസ് ഉപയോഗിച്ച് ഇപ്പൊ വിങ് സ്റ്റൈൽ അറ്റാക്ക് ചെയ്യും. ആ വിങ് സ്റ്റൈൽ പവർ കണ്ട് ഇപ്പൊ ഷിക്കമരുവും നറൂട്ടോയും അവർ രണ്ടുപേരും ഷോക്കാവും. ഡോക്ടർ പറയും, ഈ ഒരു ചെറിയ ഡിവൈസ് അത് മാറ്റി ഇടുകയാണെങ്കിൽ ഏത് നേച്ചറിൽ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. ഗനിയൻസിന് ട്രെയിനിങ് എടുക്കാനും പ്രാക്ടീസ് എടുക്കാനും മിഷൻ യൂസ് ചെയ്യാനും ഒക്കെ തന്നെ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോഴായിരിക്കും നറൂട്ടോ പറയാ, ജൂനിയർ എക്സാം പെർഫോമൻസിന് വേണ്ടി നടത്തുന്ന ഒന്നല്ല, ഓരോ ജൂനിയൻസിന്റെയും കഴിവും അവരുടെ എബിലിറ്റിയും അസസ് ചെയ്യാനുള്ള ഒരു എക്സാം ആണ്. ഇതുപോലുള്ള ടൂൾസ് അതവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ സ്കില്ല് കുറേയൊക്കെ മാത്രമാണ് ചെയ്യുക. സോ ഒരു കാരണവശാലും എക്സാമിൽ ഇത് എന്നെ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അതിന് ഷിക്കമരുവും പറയും, എക്സാമിൽ കുട്ടികളുടെ ടാലന്റ് അവരുടെ കഴിവ് അത് മാത്രമാണ് എക്സാമിൻ ചെയ്യുക, മറ്റൊന്നും അതിൽ ആഡ് ഓൺ ചെയ്യാനാവില്ല. അതിനാ ഡോക്ടർ പറയും, നമ്മളിപ്പോൾ ഉള്ളത് ടെക്നോളജിയെ ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂജൻ വേൾഡിലല്ലേ, സോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും നമ്മളിതിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതില്ലേ. അത് കേട്ട് നറൂട്ടോ, നീ പറയുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷെ ഈ ഒരു എക്സാമിൽ അസസ് ചെയ്യുന്നത് അവരുടെ ടാലന്റ് മാത്രമാണ്. ഇത്തരത്തിലുള്ള പവർ അത് അവർ ട്രെയിനിങ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. സോ ഈ ഒരു എക്സാമിൽ ഇത് അലോ ചെയ്യാൻ പറ്റില്ല. ഉടനെ ആ ഡോക്ടർക്ക് ആൾക്ക് ഒരുപാട് വിഷമമായി തല താഴ്ത്തി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഡോക്ടറിന്റെ ചിന്ത അത് നറൂട്ടോയെ കുറിച്ച് മാത്രമായിരിക്കും. എങ്കിലും എന്തുകൊണ്ടായിരിക്കും നറൂട്ടോ അദ്ദേഹം ഈ ടെക്നോളജി അത് ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത്? പുതിയ ലോകത്തിന്റെ വളർച്ചയും സിസ്റ്റങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഹേമാവരിയെയും ബൊറൂട്ടോ ആയിരിക്കും കാണിക്കുക. അവർ രണ്ടുപേരും ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഹേമാവരി അവൾ ആഗ്രഹിച്ച അവളുടെ ബർത്ത്ഡേ എത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ഓരോരോ സാധനങ്ങളൊക്കെ റൂമിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് റൂം കളർഫുൾ ആക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ ഡോക്ടർ ആള് ലാബിലേക്ക് എത്തുമ്പോഴേക്കും ആരോ ഒരാള് ഇപ്പൊ അവനെ ലോക്ക് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ ആൻ ടീം അവരാണെങ്കിൽ വളരെ കാര്യമായിട്ട് വീഡിയോ ഗെയിം ഒക്കെ കളിച്ച് ആവേശത്തിലിരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ അവൻ സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ഗെയിമിൽ ജയിക്കും. അതിനുശേഷം അവൻ തുള്ളിച്ചാടും. ബൊറൂട്ടോയുടെ ഗെയിമിനാണെങ്കിൽ ഓൾറെഡി ആ ഡോക്ടർ പവറപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉടനെ ആ ഒരു പവർ സ്ട്രെങ്ത് അതിപ്പോ അവൻ അവന്റെ ഫ്രണ്ട്സുകളുടെ ഡിവൈസിലേക്കും സെൻഡ് ചെയ്യും. ചിക്കട പറയും, ഒരു കാരണവശാലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ചീറ്റിംഗ് ആണ്, പതിയെ കളിച്ചു വേണം നമ്മൾ മുന്നേറി വരാൻ. ഒരു കാരണവശാലും ടെക്നിക്സ് ഉപയോഗിച്ച് ജയിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ കറക്റ്റ് ടൈമിൽ ഇപ്പൊ മീറ്റ്സിക അവിടേക്ക് വരും. അവൻ പറയും, ഇതാണ് ജൂനിയർ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം, ഇത് എത്രയും പെട്ടെന്ന് നീ ഫില്ല് ചെയ്ത് തരണം. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അവൻ പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ ഗെയിം കളിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ആ ഗെയിമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. സാറട പറയും, ദയവ് ചെയ്ത് നീ എൻ്റെ കൂടെ വരണം, നീ വന്നാൽ മാത്രമേ നമുക്ക് 3 പേർക്കും എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണിത്. എൻ്റെ ആഗ്രഹം ഒരു ഹൊക്കാഗെ മാറണം എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ പ്ലീസ് ബൊറൂട്ടോ, നീ എൻ്റെ കൂടെ വരണം. ഉടനെ ഷിക്കട പറയും, അതെ, നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ മാത്രമേ എക്സാമിൽ കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയൂ. നീ ഈ ലാസ്റ്റ് ടൈം കാലുമാറിയ അവളെ കൊണ്ട് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ 3 പേരും ട്രെയിനിങ് എടുത്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. പക്ഷെ ബൊറൂട്ടോ അപ്പോഴും തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഉടനെ മീറ്റ്സുകി, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ നിന്റെ പപ്പയെ വെല്ലുവിളിക്കണമെന്ന്? നീ ആരാണെന്ന് നിന്റെ അച്ഛനും 5 വില്ലേജുകൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയ അവസരമാണ്. ഇതുപോലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇനി നിനക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവനെ ട്രിഗർ ചെയ്യും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ബൊറൂട്ടോയ്ക്കും ചെറിയൊരു ആഗ്രഹം തോന്നും. ഉടനെ ബൊറൂട്ടോ ചാടി എഴുന്നേറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ എക്സാമിൽ പങ്കെടുക്കണം. എൻ്റെ എബിലിറ്റിയും പവറും എന്താണെന്ന് എൻ്റെ അച്ഛൻ്റെ മുൻപിലും 5 ഗ്രാമങ്ങളിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും മുൻപിൽ എനിക്ക് തെളിയിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ഒരു 3 പേരും ഹാപ്പി ആയിട്ട് നടന്നു വരാണ്. അപ്പോൾ ഹിരട്ടയും ഹീമാവരിയും അവർ 2 പേരും ഇപ്പോൾ അവിടേക്ക് നടന്നു വരും. ബൊറൂട്ടോ സാറടയെയും മീറ്റ്സിയെ നോക്കി പറയും, നിങ്ങൾ 2 പേരും പോയിക്കോളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് പ്രോമിസ് തന്ന ഒരാളെ ഇപ്പൊ കാണാൻ പോണം. കട്ട് ചെയ്ത അവർ 3 പേരും ഇപ്പൊ തിരികെ വീട്ടിലേക്ക് വരും. അപ്പോഴായിരിക്കും അവർക്ക് മുൻപേ വന്ന നറൂട്ടോയെ കണ്ട് ഇപ്പൊ ബൊറൂട്ടോ അവൻ ഷോക്കാവും.
ബൊറൂട്ടോ പറയും താങ്ക് യു സോ മച്ച്. പപ്പ അവളുടെ ബർത്ത്ഡേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പപ്പയോട് മിണ്ടില്ലായിരുന്നു. ഒരു കാരണവശാലും ഞാൻ പപ്പയോട് ക്ഷമിക്കുകയില്ലായിരുന്നു. അത് കേട്ട് നറൂട്ടോ ചിരിച്ച് ഇപ്പോ ഹീമാവരിക്കുള്ള കേക്കും എടുത്ത് ആ ടേബിളിലേക്ക് വരികയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് റിയൽ നറൂട്ടോ അല്ല, അവന്റെ ഒരു ക്ലൗൺ ആണ്. ഉടനെ ആ ഒരു ക്ലൗൺ അതങ്ങനെ ബ്രേക്കായി കേക്ക് താഴെ വീണ് തകരാണ്. ബൊറൂട്ടോ കലി കയറി ഇപ്പൊ പല്ല് കടിക്കും. അതിനുശേഷം ദേഷ്യപ്പെട്ട് പറയും ഹേമാവരുടെ ബർത്ത്ഡേക്ക് പോലും ആള് വരില്ലല്ലേ. ഇനിയും എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ തന്നെ മാൻഷനിലേക്ക് പോയി ആളെ ചവിട്ടിക്കൂട്ടി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിന് ഹിരട്ട അവന്റെ കൈ പിടിച്ചു പറയും ദയവ് ചെയ്ത് നീ അവിടേക്ക് പോരുത്. അച്ഛൻ നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി വലിയ വലിയ മിഷൻസിലൊക്കെ ഇപ്പൊ ഏർപ്പെട്ടിരിക്കുകയാണ്. പപ്പയുടെ പപ്പ, അതായത് എന്റെ ഗ്രാൻഡ് പാ, ആൾ ഓൾറെഡി മരിച്ചു പോയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും തന്നെ പപ്പയ്ക്ക് അറിയില്ല. ഇങ്ങനെ ഒരാളെയാണോ ഗ്രാമത്തിനെ ഹൊക്കാകെ ആക്കുക? അത് കേട്ട് ഇപ്പൊ ഹിരട്ടയ്ക്കും കുറച്ചൊക്കെ ദേഷ്യം വരാൻ തുടങ്ങും. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ബൊറൂട്ടോ അവളുടെ കൈ തട്ടി മാറ്റി ഇപ്പൊ നറൂട്ടോയുടെ റൂമിലേക്ക് പോവാണ്. അവിടെ നറൂട്ടോയുടെ പഴയ ഫോട്ടോസും സാധനങ്ങളൊക്കെ കണ്ട് അവന്റെ ദേഷ്യം കൂടി വരും. നറൂട്ടോയുടെ പഴയ ജാക്കറ്റ് അതവൻ ഫുൾ കരുപ്പില് ഇപ്പൊ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയും. അപ്പൊ പുറത്താരോ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും അതവന്റെ പപ്പ തന്നെയാണെന്ന്. അവൻ ഓടി വന്ന് ഡോർ തുറന്ന് ഇടിക്കാനായിട്ട് കൈ നീട്ടും. പക്ഷെ അത് നറൂട്ടോ അല്ല, സാക്ഷാൽ സാസുകയാണ്. സാസുക അവന്റെ കൈ പിടിച്ച് തിരിച്ച് താഴേക്കിടും. നീ നറൂട്ടോയുടെ മകനല്ലേ, നിന്റെ പേരെന്താണ്? അതിന് ബൊറൂട്ടോ പറയും ഐ എം സോറി, ഞാൻ കരുതിയത് എന്റെ പപ്പയാണെന്നാണ്. എന്റെ പേര് ബൊറൂട്ടോ. സാസുകയെ കണ്ട് ഷോക്കായി ഇപ്പൊ ഇരട്ട അവിടേക്ക് വരും. സാസുക ചോദിക്കും നറൂട്ടോ എവിടെ? അതിനവള് പറയും മാൻഷനിലുണ്ടാവും. അത് കേട്ട് അവൻ അവരോട് ബായ് പറഞ്ഞ് മാൻഷനിലേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.